അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീൻ. അമ്മാ ബഅദ്. വിസ്ഡം ഹദീസ് ക്ലാസ് 2999. ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് കിടപ്പറ രഹസ്യം ഒരാളോടും പറയരുത് എന്നതാണ്. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. അവിടുന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഇന്ന മിൻ അശർറിന്നാസി ഇൻദല്ലാഹി മൻസിലതൻ, നിശ്ചയം അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ട സ്ഥാനത്തുള്ളവൻ, ഏറ്റവും ഷർറായ സ്ഥാനത്തുള്ളവൻ, യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ട സ്ഥാനത്ത്, ഏറ്റവും ഷർറായവനായിട്ട് പരിഗണിക്കുന്നവരിൽ പെട്ടതാണ് അർറജുൽ, ഒരു മനുഷ്യൻ. യുഫ്ലി ഇലൽ മർഅത്തി വ തുഫ്ലി ഇലൈഹി, അവൻ തൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് ചെന്ന് ചേരും, അതുപോലെ ഭാര്യ ഇങ്ങോട്ടും, അഥവാ അവർ പരസ്പരം കിടപ്പറയിൽ ഒരുമിച്ച് ചേരും, ഒരുമിച്ച് കിടക്കും. അങ്ങനെ സാധാരണ ഭാര്യ ഭർത്താക്കന്മാർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവർ ചെയ്യും. എന്നിട്ട് സുമ്മ യൻഷുറു സിർറഹ, പിന്നെ അവളുടെ ആ രഹസ്യം അവൻ പുറത്ത് പ്രചരിപ്പിക്കും. അവൻ്റെ കിടപ്പറയിൽ നടന്ന സംഭവങ്ങൾ, അവിടെ സംസാരിച്ച കാര്യങ്ങൾ, അവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ അവൻ മറ്റുള്ളവരോട് പങ്കുവെക്കും, മറ്റുള്ളവരോട് ഷെയർ ചെയ്യും, അവൻ പറയും. ആ കിടപ്പറ രഹസ്യങ്ങളെല്ലാം മറ്റുള്ളവരോട് പറയും. ഇത് ഇവനേക്കാൾ വലിയ മോശപ്പെട്ട വേറില്ല. സ്വന്തം ഭാര്യയുമായിട്ട് കിടപ്പറയിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ കൂട്ടുകാരോടും മറ്റുമൊക്കെ പറയുന്നത്, അങ്ങനെ ചില ആളുകൾ അങ്ങനെ പറഞ്ഞ് രസിക്കുന്ന, സുഖിക്കുന്ന, സന്തോഷിക്കുന്ന ആളുകളുണ്ടാവും. അത്തരക്കാരിൽ ഉൾപ്പെടാൻ പാടില്ല. അത്തരക്കാരാണ് ഏറ്റവും നാശകാരികൾ, ഏറ്റവും മോശപ്പെട്ടവൻ. ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ജനങ്ങൾക്ക് ലഭിക്കുന്ന സ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും മോശപ്പെട്ട, ഏറ്റവും ഷർറായ സ്ഥാനം കിട്ടുന്നത് ഇത്തരക്കാരിലാണ്. രഹസ്യം പുറത്ത് പറയുന്നവർ, സ്വകാര്യ നിമിഷങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കുന്നവർ. അതുകൊണ്ട് സൂക്ഷിക്കണം. എന്ത് പറയണം, എന്ത് പറയാൻ പാടില്ല, ഇത് കൃത്യമായി നാം അറിഞ്ഞിരിക്കണം. എന്നിട്ട് ജീവിതത്തെ ആ രൂപത്തിൽ ക്രമീകരിക്കണം. കുടുംബജീവിതം, അതിൻ്റെ രഹസ്യങ്ങളും സ്വകാര്യ സംഭവങ്ങളൊക്കെ അതാ ഒരു രഹസ്യമായിട്ട് തന്നെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം എന്നർത്ഥം. അല്ലാഹു തആല അത്തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച മുഴുവൻ കാര്യങ്ങളും ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.